ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നും എന്നും വേണം. ഒരു തരി പോലും കുറയില്ല നിന്നോടുള്ള സ്നേഹം. എന്നുയിരേക്കാൾ അരുകിൽ നീ എന്നും എന്നും വേണം. എന്റെ ചങ്കാണേ, എന്റെ ഉയരാണേ, എന്നഴകാണേ, അമൃതാണേ യേശു. എന്റെ ചങ്കാണേ, എന്റെ അഴകാണേ, എന്റെ അഴകാണേ, അമൃതാണേ യേശു. വോയിസ് ഓഫ് ലവിൽ ഇന്ന് നമ്മൾ ഒരുമിച്ച് ധ്യാനിക്കുന്ന വചനം 21-ാം സങ്കീർത്തനത്തിന്റെ 1-ാമത്തെ വാക്യമാണ്. യഹോവേ, രാജാവ് നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ അവൻ ഏറ്റവും ഉല്ലസിക്കുന്നു. ഒരിക്കലും ഈ രാജാവ് മറ്റാരുടെയും ബലത്തിലൊന്നും സന്തോഷിക്കാറില്ല, അവരുടെ ബലത്തിലേ സന്തോഷിക്കാറുള്ളൂ. പക്ഷെ ഇവിടെ വ്യത്യസ്തമായ ഒരു രാജാവിനെ കാണുക. അദ്ദേഹം സന്തോഷിക്കുന്നത് തൻ്റെ ബലത്തിലല്ല, തൻ്റെ സൈന്യത്തിലല്ല, തൻ്റെ കഴിവിലല്ല. സ്തോത്രം. യഹോവേ, നിന്റെ ബലത്തിൽ സന്തോഷിക്കുന്നു, നിന്റെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കുന്നു. ദാവീദ് എന്ന രാജാവിൻ്റെ വിജയരഹസ്യം, അവനിലല്ല സന്തോഷിച്ചത്, അവനിലല്ല ആശ്രയിച്ചത്, ദൈവത്തിലാണ് ആശ്രയിച്ചത്. നമ്മുടെയൊക്കെ ലൈഫിൽ കുറച്ച് ഉയർച്ചകളൊക്കെ വരുമ്പോൾ നമ്മളിൽ അങ്ങ് നമ്മുടെ കഴിവിലും നമ്മുടെ ജോലിയിലും നമ്മുടെ പ്രാപ്തിയിലൊക്കെ നമ്മളങ്ങ് ട്രസ്റ്റ് ചെയ്യാറുണ്ട്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒന്നും ഇല്ലാതായി പോകാറുണ്ട്. എന്നാൽ കാലം മായ്ക്കാത്ത വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രമായി നിൽക്കുന്ന ഒരു മനുഷ്യൻ പറയുക, എൻ്റെ ബലം യഹോവയുടെ ബലമാണ്, ഞാൻ അതിലാണ് ആശ്രയിക്കുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾ നിങ്ങളുടെ കഴിവിലോ ഒന്നും ആശ്രയിക്കരുത്. ദൈവത്തിൽ പ്രശംസിക്കുക, പുകഴുക, സന്തോഷിക്കുക. അത് താഴേക്കുള്ള വാക്കുകൾ പറയുമ്പോൾ, അവൻ്റെ ഹൃദയത്തിലെ ആഗ്രഹം നീ അവന് നൽകി, അവൻ്റെ അധരങ്ങളുടെ യാചന നിഷേധിച്ചില്ല, നന്മകളുടെ അനുഗ്രഹങ്ങളെ നീ അവരെ എതിരേറ്റു, തങ്ക കിരീടങ്ങളെ അവൻ്റെ തലയിൽ വെക്കുന്നു. അവൻ നിന്നോട് ജീവനെ അപേക്ഷിച്ചു, നീ അവന് കൊടുത്തു. എന്നേക്കുമുള്ള ദീർഘായുസിനെ തന്നെ നിന്റെ രക്ഷയാൽ അവൻ്റെ മഹത്വം വലിയത്. മാനവും തേജസ് നീ അവനെ അണിയിച്ചു. അടുത്ത വാക്ക് കേട്ടോണം, നീ അവനെ എന്നേക്കും അനുഗ്രഹ സമൃദ്ധിയാക്കുന്നു. നിന്റെ സന്നിധിയിലെ സന്തോഷം കൊണ്ട് അവനെ ആനന്ദിപ്പിക്കുന്നു. എന്തോ നല്ല വചനമാണ്. എൻ്റെ സന്തോഷം, എൻ്റെ ആനന്ദം, എൻ്റെ ഉല്ലാസം, എൻ്റെ ആശ്രയം എല്ലാം ദൈവമാണ്. ഞാൻ രാജാവൊക്കെയാ, പക്ഷെ ഞാൻ രാജാതിരാജാവിനെ ആശ്രയിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെയാണ് വിശുദ്ധന്മാരുടെ വിജയരഹസ്യങ്ങൾ. അവർ ദൈവത്തിലാണ് ആശ്രയിക്കുന്നത്. ഇന്ന് നിങ്ങൾക്കും ദൈവം തന്ന കഴിവിലും അറിവിലൊന്നും അഹങ്കരിച്ചോ ആശ്രയിച്ചോ ഇരിക്കാതെ അമ്മയെ സൃഷ്ടിച്ച് നിർമ്മിച്ച് ദൈവത്തിൽ ആശ്രയിക്കുക. നമുക്കൊരു ഭയങ്കര അഡ്വൈസാണ് ആ വചനം തരുന്നത്. നമ്മളിൽ മതിമറക്കരുത്. ദൈവം തന്ന ദാനം എല്ലാറ്റിനകത്തും. അപ്പോൾ ദൈവത്തിൽ എങ്ങനെ മതിമറക്കുകയാണോ, നമ്മുടെ അനുഗ്രഹ സമൃദ്ധി നാം ചോദിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവം ചെയ്യും. ഈ ജനത്തിനും അങ്ങനെ ഉണ്ടാകാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് രാവിലെ അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച നല്ല ശബ്ദത്തിനായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങളുടെ ബലം അങ്ങാണ്. യേശുവേ, ഞങ്ങൾ അങ്ങയുടെ ബലത്തിൽ സന്തോഷിക്കുന്നു.
അങ്ങ് ഞങ്ങളെ ബലപ്പെടുത്തുന്ന യഹോവയാകുന്നു. Yes. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങളെ രക്ഷിക്കുന്ന യഹോവയാകുന്നു. അങ്ങ് ഞങ്ങളുടെ ദൈവമാകുന്നു. അങ്ങ് ഞങ്ങളുടെ കർത്താവാകുന്നു. യേശുവേ, ഇന്ന് പകലിലും ഞങ്ങൾ അങ്ങയിൽ ആശ്രയിക്കുന്നു. അങ്ങിൽ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങിൽ തന്നെ ഞങ്ങൾ ശരണം പ്രാപിക്കും. അങ്ങ് ഞങ്ങളുടെ ആഗ്രഹങ്ങളെ സാധിച്ചു തരും. യേശുവേ, അങ്ങ് ഞങ്ങളുടെ വഴികളെ തുറക്കും. ഇന്ന് പകൽ നടക്കേണ്ട എല്ലാ കാര്യങ്ങളും അത് നേരെ അത് നടക്കുവാൻ, അത് ചൊവ്വേന നടക്കുവാൻ കർത്താവെ അങ്ങ് ഇടവരുത്തും. അങ്ങിൽ ആശ്രയിക്കുന്നു, മറിയുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ആമേൻ. ഈ വചനത്തെ നിങ്ങൾ കണ്ണുമടച്ച് വിശ്വസിച്ചാട്ടെ. നിങ്ങളിലല്ല, ദൈവത്തിൽ തന്നെ. നിങ്ങളുടെ കഴിവിലല്ല, ദൈവത്തിൻ്റെ ശക്തിയിൽ തന്നെ ആശ്രയിക്കാം. നിങ്ങളുടെ സമൃദ്ധി കവിഞ്ഞൊഴുകട്ടെ. നിങ്ങളുടെ ജീവൻ ദീർഘായുസായിരിക്കട്ടെ. നിങ്ങൾക്ക് തേജസ്സും മാനവും ഉണ്ടാകട്ടെ. ചോദിസായിരിക്കുക. കർത്താവേ, ഈ മക്കളെ ഞങ്ങൾ കുടുംബമായിട്ട് അനുഗ്രഹിക്കുന്നു. ഇന്നത്തെ ദിവസം അവരിലല്ല, അവരെ സൃഷ്ടിച്ച് വിളിച്ച് നിർമ്മിച്ച് ദൈവത്തേക്ക് നോക്കി അനുഗ്രഹം പ്രാപിപ്പാൻ നീ അവരെ ഒരുക്കണമേ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമായിരിക്കട്ടെ യേശുവിൻ നാമത്തിൽ തന്നെ. ഈ വചനങ്ങളെ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഞാൻ യഹോവയുടെ ബലത്തിൽ സന്തോഷിക്കും. യഹോവയുടെ രക്ഷയിൽ ഏറ്റവും ഉല്ലസിക്കും. എൻ്റെ സന്തോഷവും ആനന്ദവും ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു. ആ സന്തോഷം അനുഭവിപ്പാൻ ദൈവം നിങ്ങളെ ഒരുക്കട്ടെ. ആമേൻ.